റാബീസിനെ കുറിച്ചും മറ്റും നമ്മുടെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കേണ്ടത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇനിയുള്ളത് കമ്മ്യൂണിറ്റി അവയർനെസ് ആണ്. സ്കൂളുകൾ, പഞ്ചായത്തുകൾ, NGOs, എന്തിന് റെസിഡൻസ് അസോസിയേഷന് വരെ അവയർനെസ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമാവാം. വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നിവയുടെ ഒക്കെ ലഭ്യത അടുത്തുള്ള ഹോസ്പിറ്റലുകൾ ഉറപ്പുവരുത്താൻ ഇവർക്ക് പറ്റും. ഇമ്മ്യൂണോഗ്ലോബുലിൻ വാക്സിനേഷൻ കിട്ടാൻ കൂടുതൽ സമയമെടുക്കുന്നത് അല്ലെങ്കിൽ ലഭ്യതക്കുറവ് റാബീസ് മൂലമുണ്ടാകുന്ന മരണത്തിന് കാരണമായിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ റാബീസ് പ്രീ എക്സ്പോഷർ വാക്സിനുകൾ കൊടുക്കുന്നത് അറ്റ്ലീസ്റ്റ് 5ാം ക്ലാസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും നല്ല കാര്യമായിരിക്കും. പ്രീ എക്സ്പോഷർ റാബീസ് വാക്സിനേഷൻ 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ WHO റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ നായക്കളുടെ ഇരയാവാനുള്ള സാധ്യത കൂടുതലാകുന്നതും നായ കടിക്കുന്ന സമയത്ത് കഴുത്തിലും മുഖത്തും കടിയേൽക്കാൻ ഉള്ള സാധ്യതയും പരിഗണിച്ചാണ് പ്രീ എക്സ്പോഷർ വാക്സിൻ ഇവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. നായ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളായിട്ട് ഇടപെടുന്ന എല്ലാവരും തന്നെ, വെറ്റിനറിയൻ, പാരാവെറ്റ്സ് മാത്രമല്ല കർഷകർക്കും ബ്രീഡേഴ്സിനും പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്.